എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ലെറ്റ് us റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വായിക്കാം. ഇന്ത്യ US വ്യാപാര കരാറായെന്ന് ട്രംപ്. ഇന്ത്യക്കുള്ള പകരം തീരുവ കുറച്ചു, ഇനി 18% മാത്രം. US-ലുള്ള തീരുവ ഇന്ത്യ പൂജ്യമാക്കും എന്ന് ട്രംപ്. അടുത്ത വാർത്ത എന്ന് പറയുന്നത്, ലോക്സഭാ മുൻ കരസേന മേധാവിയുടെ പുസ്തകത്തെ ചൊല്ലി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിരോധ മന്ത്രിയും തമ്മിൽ വാക്പോര്. കത്തിപ്പടർന്ന് ചൈന തർക്കം എന്നുള്ളതാണ് തലക്കെട്ട്. ചൈനീസ് സൈന്യത്തെ പ്രതിരോധിക്കാൻ സർക്കാർ അനുമതി വൈകിയെന്ന് ഒരു പുസ്തകത്തിൽ വന്നു. മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തിലാണ് ഈ വിവരണം ഉണ്ടായിട്ടുള്ളത്. അതിനെ ചൊല്ലി പാർലമെന്റ് ഇന്നലെ സ്തംഭിപ്പിച്ചു. മറ്റൊരു വാർത്ത, ജീവനൊടുക്കാൻ റോയ് തീരുമാനിച്ചിരുന്നു. ഡയറിയിൽ ആത്മഹത്യക്കുറിപ്പെന്ന് തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ. ഡൽഹിയിൽ ആത്മഹത്യക്കുറിപ്പെന്ന് തോന്നിക്കുന്ന വിവരങ്ങൾ. കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകളോടെ കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ഡയറി പോലീസ് കണ്ടെടുത്തു. നിക്ഷേപകരെയും ജീവനക്കാരെയും കൈവിടരുതെന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുന്ന 9 പേജുള്ള കുറിപ്പിൽ ഇടപാടുകളുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണമെന്നും അപേക്ഷിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച കമ്പനി ആസ്ഥാനത്തെ മുറിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ റോയിയുടെ വീട്ടിലും ഓഫീസിലും നടത്തിയ പരിശോധനയിലാണ് ഡയറി കണ്ടെത്തിയത്. എല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽ ഒരു വലിയ ചർച്ചയാണിപ്പോൾ. അത് കേരളത്തിന് ഉടൻ സാധ്യതയില്ലെന്ന് റെയിൽവേ മന്ത്രി. കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതി ഉടൻ വരാനുള്ള സാധ്യത റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തള്ളി. അതേസമയം തന്നെ DPR തയ്യാറാക്കാൻ വാക്കാൽ നിർദ്ദേശം കിട്ടിയെന്ന് മെട്രോമാൻ E ശ്രീധരനും പ്രസ്താവിക്കുന്നു. പരസ്പര വിരുദ്ധമായ ഈ പ്രസ്താവനകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, കേൾക്കുകയാണ്. ഇനി കുറച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇന്ത്യക്കെതിരെ ലോകകപ്പ് മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചു എന്നാണ് അനൗദ്യോഗികമായ കുറേ വാർത്തകൾ വരുന്നത്. 2200 കോടിയുടെ നഷ്ടമാണ്. കഷ്ടം തന്നെ. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന ഭീഷണിയിൽ പാകിസ്ഥാൻ ഉറച്ചു നിന്നാൽ ക്രിക്കറ്റ് ലോകം നേരിടേണ്ടി വരുന്നത് $1 മില്യൺ നഷ്ടം. എന്താലേ പക. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി അഞ്ജു ബോബി ജോർജ്. കായിക മേഖലയോട് കടുത്ത അവഗണന. കായിക മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമീപനത്തിൽ രൂക്ഷ വിമർശനവുമായി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് AFI സീനിയർ വൈസ് പ്രസിഡന്റ് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. എന്തായാലും തർക്കങ്ങളൊക്കെ തന്നെ ഉള്ളൂ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ കേരളം ഇന്ന് അസമിനെതിരെ. അപ്പോൾ പത്രം വായിക്കാനെടുത്താൽ കാര്യമായ വാർത്തകളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണോ ഈ പത്രവായന കുറഞ്ഞതും സർക്കുലേഷനെല്ലാം പത്രങ്ങളുടെ അത് തീരെ താഴെ പോയതും എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.